ഹായ് എവറി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6th സെമ്മിൻ്റെ ബികോം കോപ്പറേഷനാണ്. അതിലെ 7th ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ലിക്വിഡേഷൻ. A corporate society is formed with definite objectives. Members normally expect certain service from a society. If the society is going against its objectives and beyond its powers, there is no other alternative but to dissolve it. അതായത് ഒരു സൊസൈറ്റി ഫോം ചെയ്യുമ്പോൾ ഡെഫിനറ്റ് ഒബ്ജക്റ്റീവോട് കൂടി ആയിരിക്കും അത് ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിലെ മെമ്പേഴ്സ് എന്തുണ്ടാവും, അത്തരത്തിലുള്ള സർവീസുകൾ പ്രതീക്ഷിക്കുന്നുണ്ടാവും ആ സൊസൈറ്റിയിൽ നിന്നും. അങ്ങനെ ഈ സൊസൈറ്റി ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഗോയിങ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ സൊസൈറ്റി നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഡിസോൾവ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഈ ഒരു കമ്പനി, ഈ സൊസൈറ്റി ലിക്വിഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടി രജിസ്ട്രാർ ഒരു പേഴ്സണെ അപ്പോയിൻറ്റ് ചെയ്യും. ആ പേഴ്സണെ നമ്മൾ എന്ത് പറയുന്നത്, ലിക്വിഡേറ്റർ എന്ന് പറയുന്നത്. ദ പേഴ്സൺ ഹു അപ്പോയിൻറ്റഡ് ഫോർ ദ പർപ്പസ് ഓഫ് ലിക്വിഡേറ്റിംഗ് ഓഫ് എ സൊസൈറ്റി ഈസ് കോൾഡ് ലിക്വിഡേറ്റർ. സെക്ഷൻ 71 സബ്സെക്ഷൻ 1 പ്രകാരം പറയുന്നുണ്ട്, ഒരു രജിസ്ട്രാർ സെക്ഷൻ 65 പ്രകാരമുള്ള എൻക്വയറിയും 66 പ്രകാരമുള്ള ഇൻസ്പെക്ഷനും നടത്തി കഴിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലാന്നുണ്ടെങ്കിൽ 3/4 നോട്ട് ലെസ് ദാൻ 3/4 അപ്ലിക്കേഷൻ മെമ്പേഴ്സിൻ്റെ അപ്ലിക്കേഷൻ റിസീവ് ആവുന്നതിൻ്റെ ബേസിലോ എന്ത് ചെയ്യാവുന്നതാണ്, ഒരു സൊസൈറ്റി വൈൻഡപ്പ് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ ചില സർക്കംസ്റ്റാൻസസ് ഓഫ് ലിക്വിഡേഷൻ ഉണ്ട്. ഓർഡർ ഇഷ്യൂഡ് ബൈ രജിസ്ട്രാറുടെ ഓർഡർ കിട്ടുന്നത് വഴി എന്ത് ചെയ്യാവുന്നതാണ്, സൊസൈറ്റി ലിക്വിഡേറ്റ് ചെയ്യാവുന്നതാണ്. ടോട്ടൽ മെമ്പർഷിപ്പ് ഹാസ് ബീൻ റെഡ്യൂസ്ഡ് ടു ലെസ് ദാൻ 25 മെമ്പേഴ്സ് കുറയുകയാണെന്നുണ്ടെങ്കിൽ കമ്പനിയുള്ള സൊസൈറ്റി ലിക്വിഡേറ്റ് ചെയ്യേണ്ടതാണ്. സൊസൈറ്റി ഡസ് നോട്ട് കമൻസ് ബിസിനസ് വിത്തിൻ 6 months, അതായത് രജിസ്റ്റർ ചെയ്തിട്ടും 6 മാസമായിട്ടും സൊസൈറ്റി എന്തിട്ടില്ല, ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ലിക്വിഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. ദ നമ്പർ ഓഫ് ആക്ച്വൽ വർക്കേഴ്സ് ഫോൾ ബിലോ ദ പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റ്, അതായത് പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റിലും കുറവാണ് അവിടുത്തെ വർക്കേഴ്സ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, സൊസൈറ്റി ലിക്വിഡേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയൊക്കെയാണ് സൊസൈറ്റി ലിക്വിഡേറ്റ് ചെയ്യാനുള്ള സർക്കംസ്റ്റാൻസസ് എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോയിൻമെൻറ്റ് ഓഫ് ലിക്വിഡേറ്റർ ആണ്. എ ലിക്വിഡേറ്റർ ഈസ് ദ പേഴ്സൺ ഹു ഈസ് അപ്പോയിൻറ്റഡ് ടു ലിക്വിഡേറ്റ് ദ സൊസൈറ്റി ഓർ ടു വൈൻഡ് അപ്പ് ദ അഫെയർസ് ഓഫ് സൊസൈറ്റി. ലിക്വിഡേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൊസൈറ്റി വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ആ ഒരു പ്രൊസീജിയേഴ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുന്ന പേഴ്സണാണ് ലിക്വിഡേറ്റർ എന്ന് പറയുന്നത്. അണ്ടർ സെക്ഷൻ 72 ലിക്വിഡേറ്റർ ഈസ് അപ്പോയിൻറ്റഡ് ബൈ രജിസ്ട്രാർ ആൻഡ് ഇഷ്യൂ ഓർഡേഴ്സ് ഫോർ വൈൻഡിങ് അപ്പ് സൊസൈറ്റി. അണ്ടർ സെക്ഷൻ 72 പ്രകാരമാണ് ലിക്വിഡേറ്റർ അപ്പോയിൻമെൻറ്റിനെ കുറിച്ച് പറയുന്നത്. രജിസ്ട്രാർ ആണ് ലിക്വിഡേറ്റർ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. Under Section 71, registrar is also competent to fix the remuneration of the liquidator. Section 71 പ്രകാരം എന്ത് പറയുന്നുണ്ട്, രജിസ്ട്രാർ ആണ് ലിക്വിഡേറ്ററുടെ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. Liquidator shall take all the properties and other assets of the society into his custody or under his control. He shall also take necessary steps to prevent loss or damage of such property or asset. ആ സൊസൈറ്റിയിലെ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്ന സൊസൈറ്റിയുടെ അസറ്റും ലയബിലിറ്റീസും എല്ലാം കസ്റ്റഡിയിൽ വെക്കാനുള്ള അധികാരം ആർക്കുണ്ട്, ലിക്വിഡേറ്റർക്കുണ്ട്. Section 73 specifies that subject to the rules the whole of the asset of society which is ordered to be wound up shall vest in the liquidator from the date on which the order takes effect. Liquidator shall have the power to realize the such assets by sales or otherwise. അതായത് സെക്ഷൻ 73 പ്രകാരം ഒരു ലിക്വിഡേറ്റർക്ക് എന്തിനുള്ള പവർ ഉണ്ട്, ഈ സൊസൈറ്റിയിലെ അസറ്റ്സുകൾ റിയലൈസ് ചെയ്യുന്നതിനുള്ള പവർ ഉണ്ട് എന്നാണ് പറയുന്നത്. അടുത്ത് നമ്മൾ പറയുന്നത് സെപ്പറേറ്റ് നമ്മൾ പറയുകയാണ് പവർ ഓഫ് ലിക്വിഡേറ്ററിനെ കുറിച്ച് പറയുകയാണ് കേട്ടോ. ലിക്വിഡേറ്ററുടെ പവറിനെ കുറിച്ച് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. The liquidator shall publish notice requiring all claims against society to be submitted to him within a period of 2 months. അതായത് ഒരു സൊസൈറ്റി ലിക്വിഡേറ്റ് ചെയ്യുന്ന സമയത്ത് സൊസൈറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള എല്ലാ ക്ലെയിംസും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നോട്ടീസ് വിത്തിൻ 2 months ലിക്വിഡേറ്റർ എന്ത് ചെയ്യേണ്ടതുണ്ട്, പബ്ലിഷ് ചെയ്യേണ്ടതുണ്ട്. ഫയൽ ദ കേസ് ഫോർ ആൻഡ് ഓൺ ബിഹാഫ് ഓഫ് സൊസൈറ്റിക്ക് ബിഹാഫായിട്ട് കേസ് ഫയൽ ചെയ്യേണ്ടതുണ്ട്. ടു ഡിറ്റർമിൻ ദ contribution to be made by members, past members, legal hires, nominees, etc. after setting the assets and liabilities of the society. സൊസൈറ്റിയുടെ അസറ്റും ലയബിലിറ്റീസും സെറ്റ് ചെയ്തതിന് ശേഷം ഓരോരുത്തരുടെയും കോൺട്രിബ്യൂഷൻ, മെമ്പേഴ്സിനെയും പാസ്റ്റ് മെമ്പേഴ്സിനെയും ലീഗൽ ഹയേഴ്സിൻ്റെയൊക്കെ കോൺട്രിബ്യൂഷൻ ഡിറ്റർമിൻ ചെയ്യുന്നതാണ് ലിക്വിഡേറ്ററാണ്. ലിക്വിഡേറ്റർ ഷാൾ ഇൻവെസ്റ്റിഗേറ്റ് ദ ക്ലെയിം എഗെയിൻസ്റ്റ് സൊസൈറ്റിക്ക് എഗെയിൻസ്റ്റ് ക്ലെയിംസ് നമ്മൾ പറഞ്ഞു, അതിനെക്കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്, പവറാണ്, ലിക്വിഡേറ്ററുടെ പവറാണ്. കോസ്റ്റ് ഓഫ് ലിക്വിഡേഷൻ ഷാൾ ബി ഡിസൈഡഡ് ബൈ ഹിം, അതായത് ലിക്വിഡേറ്ററുടെ ലിക്വിഡേഷൻ കോസ്റ്റ് ഡിറ്റർമിൻ ചെയ്യുന്നതാണ് ലിക്വിഡേറ്റർ തന്നെയാണ്. എന്നാൽ ലിക്വിഡേറ്റർക്ക് കൊടുക്കേണ്ട റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുന്നതാണ് രജിസ്ട്രാറാണ്. അത് രണ്ടും മാറിപ്പോകരുത്. കോസ്റ്റ് ഫിക്സ് ചെയ്യുന്നത് ഹിംസെൽഫാണ്, ലിക്വിഡേറ്റർ തന്നെയാണ്. റെമ്യൂണറേഷൻ സെക്ഷൻ 71 പ്രകാരം ആര് ഫിക്സ് ചെയ്യുന്നുണ്ട്, രജിസ്ട്രാർ ഫിക്സ് ചെയ്യുന്നുണ്ട്.
He shall have the power to decide whether a person is a member, past member, nominee, hire, etc. ഒരു മെമ്പർ അത് പാസ്റ്റ് മെമ്പറാണോ, പ്രസൻറ്റ് മെമ്പറാണോ, നോമിനി ആണോ എന്നൊക്കെ ഡിറ്റർമിൻ ചെയ്യാനുള്ള പവർ ആർക്കുണ്ട്, ഡിസൈഡ് ചെയ്യാനുള്ള പവർ ആർക്കുണ്ട്, ലിക്വിഡേറ്റർക്കുണ്ട്. ഹി ഷാൾ ഹാവ് അതോറിറ്റി ടു ക്യാരിങ് ഓൺ ബിസിനസ് ഫോർ ദ ബെനിഫിഷ്യൽ വൈൻഡിങ് ഓഫ് സൊസൈറ്റി. സൊസൈറ്റിയുടെ ബെനിഫിഷ്യലുള്ള വൈൻഡിങ് അപ്പിനുണ്ട്. സൊസൈറ്റി വേണമെങ്കിൽ ക്യാരി ഓൺ ചെയ്ത് കൊണ്ടുപോകാനുള്ള അധികാരവും ആർക്കുണ്ട്, ലിക്വിഡേറ്റർക്കുണ്ട്. ഹി ഷാൾ ഹാവ് ടു സബ്മിറ്റ് പീരിയോഡിക്കൽ റിപ്പോർട്ട്സ് ടു ദ രജിസ്ട്രാർ വിത്ത് റിഗാർഡ്സ് ടു ദ പ്രോഗ്രസ് ഓഫ് വൈൻഡിങ് അപ്പ്. അതായത് പീരിയോഡിക്കലി ഇയാൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഇയാൾ സൊസൈറ്റിയുടെ വൈൻഡിങ് അപ്പ് ചെയ്തുകൊണ്ടിരിക്കണമല്ലോ, അതിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് ആർക്ക് സബ്മിറ്റ് ചെയ്യണം, രജിസ്ട്രാർക്ക് സബ്മിറ്റ് ചെയ്യണം. ഹി ക്യാൻ എംപവർ എനി പേഴ്സൺ ടു അസിസ്റ്റ് ചെയ്യും. ഇയാളുടെ സഹായത്തിന് വേണ്ടി, അസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു പേഴ്സണെ ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, അപ്പോയിൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ലിക്വിഡേറ്റർ ക്യാൻ കോൾ ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് ദി മെമ്പേഴ്സ് വെൻ എവർ നെസസറി. ലിക്വിഡേറ്റർക്ക് ആവശ്യമായിട്ടുള്ള സാഹചര്യത്തിൽ ജനറൽ ബോഡി മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാവുന്നതാണ്. അടുത്തത് ലിക്വിഡേഷൻ പ്രൊസീജിയേഴ്സ് ആണ്. റൂൾ 69 എന്ത് പറയുന്നത്, ലിക്വിഡേഷൻ പ്രൊസീജിയേഴ്സിനെ കുറിച്ച് പറയുന്നത്. നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തിനാണ് ഈ ഓരോ റൂൾസും പറയണത്. റൂൾസ് നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ടാവില്ലെങ്കിലും പഠിക്കാൻ പറ്റുന്ന റൂൾസൊക്കെ പഠിക്കാം. കാരണം ഇത് പിന്നീട് നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിലേക്ക് ഉപകാരപ്പെടും. റൂൾസും സെക്ഷൻസും മാറിപ്പോകാൻ പാടില്ല. അതുകൊണ്ട് ഈ എക്സാമിന് നിങ്ങളത് ഒഴിവാക്കുകയാണെങ്കിലും പിന്നീടുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിൽ നിങ്ങൾക്കത് ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾ നോക്കി വെക്കുക റൂൾസും സെക്ഷൻസും ഒക്കെ. അതിൽ ഫസ്റ്റ് വൺ വന്നിട്ട് ദ അപ്പോയിൻമെൻറ്റ് ഓഫ് ലിക്വിഡേറ്റർ ഈസ് ടു ബി നോട്ടിഫൈഡ് ബൈ ദ രജിസ്ട്രാർ ഓൺ ദ ഒഫീഷ്യൽ ഗസറ്റ്. അതായത് രജിസ്ട്രാറാണ് ലിക്വിഡേറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ആ കാര്യം ഒഫീഷ്യൽ ഗസറ്റിൽ നോട്ടിഫൈ ചെയ്യേണ്ടതുണ്ട്. ഇൻസിസ്റ്റ് ദാറ്റ് ആസ് സൂൺ ആസ് ദ ഓർഡർ ഓഫ് വൈൻഡിങ് അപ്പ് take effects in liquidator is published notice requiring all claims against society to be submitted within 2 months from the date of publication അതായത് സൊസൈറ്റിയുടെ ക്ലെയിംസ് എല്ലാം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള നോട്ടീസ് വിത്തിൻ 2 മന്തിനുള്ളിൽ ലിക്വിഡേറ്റർ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ സ്റ്റെപ്പ് വന്നിട്ട് ദ ലിക്വിഡേറ്റർ ഷാൾ ഫസ്റ്റ് സെറ്റിൽ ദ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് സൊസൈറ്റി. ഹി വിൽ ദെൻ പ്രൊസീഡ് to determine the contribution to be made by each of its members, past members, nominee, legal hires. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അതായത് അസറ്റ്സും ലയബിലിറ്റിയും സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ ലിക്വിഡേറ്റർ എന്ത് ഡിറ്റർമിൻ ചെയ്യണം, ഓരോ മെമ്പേഴ്സിൻ്റെയും കോൺട്രിബ്യൂഷൻ ഡിറ്റർമിൻ ചെയ്യണം. ഫോർത്ത് സ്റ്റെപ്പ് വന്നിട്ട് ലിക്വിഡേറ്റർ ഈസ് റിക്വയർഡ് ടു സബ്മിറ്റ് ടു ദ രജിസ്റ്റർ ക്വാർട്ടർലി പ്രോഗ്രസ് റിപ്പോർട്ട്. നമ്മൾ പറഞ്ഞു പീരിയോഡിക്കലി ആയിട്ട് എന്ത് വേണം, റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. Liquidator may act with the previous sanction of the registrar if it is specified in the rules. റൂൾസിൽ പറഞ്ഞത് പ്രകാരം എന്ത് ചെയ്യേണ്ടതുണ്ട്, ലിക്വിഡേറ്റർ ആക്ട് ചെയ്യേണ്ടതുണ്ട്. Liquidator shall deposit all funds in his charge in the post office saving bank or in the financing bank or with other bank approved by registrar. ഇയാൾക്ക് ഈ ലിക്വിഡേഷനിൽ നിന്ന് കിട്ടുന്ന ഓരോ ഫണ്ടുകൾ ഇയാൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, പോസ്റ്റ് ഓഫീസ് സേവിങ് ബാങ്കിലായിട്ടോ അല്ലെങ്കിൽ രജിസ്ട്രാർ പറയുന്ന മറ്റ് അപ്രൂവ്ഡ് ബാങ്കിലായിട്ടോ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടതുണ്ട്. രജിസ്ട്രാർ ഫിക്സ് ദ എമൗണ്ട് ഓഫ് റെമ്യൂണറേഷൻ ഇഫ് എനി ഓഫ് ദ ലിക്വിഡേറ്റർ ഓർ ടു ബി ചാർജ് to paid to government to meet the cost of the liquidator. ലിക്വിഡേറ്റർ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുന്നതാണ് രജിസ്ട്രാറാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഗിവ് ദ പവർ ടു ലിക്വിഡേറ്റർ ടു കോൾ ഫോർ ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് ദ മെമ്പേഴ്സിന് ജനറൽ ബോഡി മീറ്റിംഗ് വിളിക്കാനുള്ള പവർ ആർക്കുണ്ട്, അത് ലിക്വിഡേറ്റർക്ക് കൊടുക്കുന്നുണ്ട്. ആൻഡ് നയൻത്ത് വൺ, ഇൻ ദ ജനറൽ ബോഡി മീറ്റിംഗ് ലിക്വിഡേറ്റർ ഷാൾ സമ്മറൈസ് ദ പ്രൊസീഡിംഗ് ആൻഡ് ടേക്ക് ഡിസിഷൻ റിഗാർഡിംഗ് യൂട്ടിലൈസേഷൻ ഓഫ് സർപ്ലസ് ഫണ്ട് ഇഫ് എനി. സർപ്ലസ് ആയിട്ടുള്ള ഫണ്ടിൻ്റെ യൂട്ടിലൈസേഷനെ കുറിച്ച് ജനറൽ ബോഡിയിൽ പറയേണ്ടതുണ്ട്. 10ാമത്തെ പോയിന്റ് വന്നിട്ട് അൺഡിസ്ചാർജ് ലയബിലിറ്റീസ് ഇഫ് എനി ഈസ് ഡെപ്പോസിറ്റഡ് ഇൻ ദ ഫിനാൻസിങ് ബാങ്ക് ഫോർ ഗിവിങ് ഇറ്റ് ടു ദ ക്ലെയിമൻറ്റ് ഓൺ ഫ്യൂച്ചർ ഡേറ്റ്സ്. അതായത് യൂട്ടിലൈസ് ചെയ്യാത്ത അൺഡിസ്ചാർജ്ഡ് ലയബിലിറ്റീസ് ഉണ്ടെന്നാണെങ്കിൽ അത് എന്ത് ചെയ്യേണ്ടതുണ്ട്, ഫിനാൻസിങ് ബാങ്കിലേക്ക് ഫ്യൂച്ചർ ഡേറ്റിലേക്ക് വേണ്ടി നമ്മളത് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇത്രയാണ് ലിക്വിഡേഷൻ പ്രൊസീജിയർ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഡിസ്പോസൽ ഓഫ് റെക്കോർഡ് ഓഫ് വൈൻഡിങ് ഓഫ് സൊസൈറ്റി. നമ്മൾ സൊസൈറ്റി വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് റെക്കോർഡ്സുകൾ കീപ്പ് ചെയ്യുന്നുണ്ടാവും. ഇതൊക്കെ എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യാന്നുള്ള കുറിച്ചാണ് നെക്സ്റ്റ് പറയുന്നത്. When the affairs of society have been finally wound up, the liquidator is to keep in his office all books and records for a period of 3 years. On expiring of this period, the same may be destroyed by the liquidator on taking orders to that effect from the registrar. അതായത് 3 വർഷക്കാലമാണ് ലിക്വിഡേറ്റർ എന്ത് ചെയ്യേണ്ടത്, അയാളുടെ ഓഫീസിൽ ഈ റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യേണ്ടത്. പിന്നീട് അയാൾക്ക് അത് നശിപ്പിച്ച് കളയാം. ആരുടെ ഓർഡർ പ്രകാരം, രജിസ്ട്രാറുടെ ഓർഡർ പ്രകാരം. അതാണ് ഡിസ്പോസലിനെ കുറിച്ച് പറയുന്നത്. പിന്നെ പറയുന്നത് ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ ഓഫ് എ സൊസൈറ്റിയാണ്. സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ നമ്മൾ ക്യാൻസൽ ചെയ്യുമല്ലോ, ആ പ്രോസസ്സിനെ കുറിച്ചാണ് പറയുന്നത്. സെക്ഷൻ 74, രജിസ്ട്രാർ ഷാൾ മേക്ക് എൻ ഓർഡർ ഫോർ ദ ക്യാൻസലേഷൻ ഓഫ് ദ രജിസ്ട്രേഷൻ ഓഫ് സൊസൈറ്റി അണ്ടർ ദ ഫോളോയിങ് സർക്കംസ്റ്റാൻസസ്. ആ സർക്കംസ്റ്റാൻസസ് ഏതൊക്കെ നോക്കാം.
If the liquidator failed to take charge of the liquidation within 2 months time from the date of order, അതായത് ഒരു രജിസ്ട്രാർക്ക് എപ്പോഴാണ് സൊസൈറ്റി ക്യാൻസൽ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ലിക്വിഡേറ്റർ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്തു, പക്ഷേ ലിക്വിഡേറ്റർ എന്ത് ചെയ്തില്ല, 2 months ആയിട്ടും ചാർജ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ രജിസ്ട്രാർക്ക് തന്നെ അവിടെ വൈൻഡപ്പ് ചെയ്യാവുന്നതാണ്. If an appeal made to the government confirmed and by the time the liquidator has not been appointed within 2 months, അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഗവൺമെൻറ്റിൻ്റെ നെക്സ്റ്റ് വന്നിട്ട് when the affairs of society is wound up, when the registrar is satisfied that the wind up is not possible due to the destruction of records, ഇത്രയും സാഹചര്യത്തിലാണ് എന്ത് ചെയ്യുന്നത്, രജിസ്ട്രാർ തന്നെ ക്യാൻസൽ ചെയ്യുന്നത്. നെക്സ്റ്റ് വന്നിട്ട് ഓരോ സെക്ഷൻസ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഓരോ സെക്ഷൻസ് ഞാൻ പറയാണ്. റൂൾ 69 പ്രകാരം പ്രൊസീജിയർ ടു ബി അഡോപ്റ്റഡ് ബൈ ലിക്വിഡേറ്റർ. റൂൾ 70 പ്രകാരം ഡിസ്പോസൽ ഓഫ് റെക്കോർഡ്സ് ഓഫ് സൊസൈറ്റി, ഓർഡേഴ്സ് ടു ബി വൈൻഡ് അപ്പ്. സെക്ഷൻ 71 വൈൻഡ് അപ്പ് ഓഫ് സൊസൈറ്റിയാണ് പറയുന്നത്. സെക്ഷൻ 72 ലിക്വിഡേറ്ററിയാണ് പറയുന്നത്. 73 പവർ ഓഫ് ലിക്വിഡേറ്ററും 74 ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷനാണ് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ പറയുന്ന ഒരു ചെറിയ ചാപ്റ്ററാണ് ഈ 7th ചാപ്റ്റർ. വേറെ ഏതെങ്കിലും സബ്ജക്റ്റ് വേണം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചാപ്റ്റേഴ്സ് വേണമെന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ കമൻറ്റിൻ്റെ ബേസിൽ നമ്മൾ ആദ്യം ആ വീഡിയോസ് ചെയ്യുന്നതാണ്. താങ്ക് യു.